ശ്യാമെ, അങ്ങനെ കേരളത്തിലുള്ളവർക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമ ഉണ്ണിമുകുന്ദൻ സമ്മാനിച്ചിരിക്കുകയാണ്. കാര്യം ആ സിനിമ ഇറങ്ങുന്നത് മുതൽ, സിനിമയുടെ ചർച്ച നടക്കുന്നത് മുതൽ ഇറങ്ങി നിൽക്കുന്നത് വരെ അതിങ്ങനെ നിൽക്കുകയാണ്, ഹൈപ്പിൽ നിൽക്കുകയാണ്. പടം അവർ പറഞ്ഞ ഒരു വയലൻസാണ്. അപ്പം കുട്ടികൾ ആരും വരാൻ പാടില്ല, അല്ലെങ്കിൽ കാണാൻ പാടില്ല, കുടുംബമായിട്ട് വരുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വന്ന് കാണണം, നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് കുടുംബങ്ങൾ ഈ ചിത്രം കാണാൻ വേണ്ടി വരുന്നു. ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയൊരു സ്റ്റാറായി മാറിയിരിക്കുകയാണ്. നമുക്ക് എപ്പോഴൊക്കെ പറയില്ല, ബോളിവുഡിലൊക്കെയാണ് സൂപ്പർ സ്റ്റാർസുകൾ, അല്ലെങ്കിൽ ഇത്തരം പടങ്ങളെല്ലാം അവിടെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഹോളിവുഡ് ആ ഒരു റേഞ്ചിലേക്ക് പോയി. ഉണ്ണി മുകുന്ദനെ ആരെങ്കിലും കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? വളരെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു നടൻ അനുഭവിക്കാവുന്ന എല്ലാ അരികുവൽക്കരിക്കുന്ന പരിപാടികളും നേരിട്ട ഒരാളാണ്. പാർശ്വവൽക്കരിക്കുക എന്ന് പറയുക. കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമയിൽ ഒരു കോളനിയുണ്ട്. ആ കോളനിയെ പതിയെ ഒരു മൂലയിലേക്കാക്കി അവിടെ ഒരു വലിയ മതിൽ പണിഞ്ഞ് അവസാനം ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടറിന് ആ മതിലിലിരുന്ന് തൻ്റെ ജീവനെ കുറിച്ചുള്ള ഭീഷണി, താൻ നേരിടുന്ന ജീവന്റെ ഭീഷണിയെക്കുറിച്ച് ആ മതിലിൻ്റെ മുകളിലിരുന്ന് സ്വന്തം കൂട്ടുകാരനെ വിളിച്ചു പറയേണ്ട. അവർ ഓടിക്കളിച്ച ആ മണ്ണിൽ ഒരു ഇടിച്ച് ഞെരുങ്ങിയ അവസ്ഥയിൽ ആ ബോഡി പോലും കൊണ്ടുവന്ന്, ഗംഗയുടെ ബോഡി പോലും കൊണ്ടുപോകുന്നത് ഞെരുങ്ങിയ ഒരു മതിൽക്കെട്ടിനിടയിൽ കൂടിയാണ് ഗംഗയുടെ ബോഡി പോലും കൊണ്ടുപോകുന്നത്. കൃഷ്ണന്റെ ഗംഗയുടെ ബോഡി കൊണ്ടുപോകുന്നത് കൃഷ്ണനാണ് ഫ്രണ്ട്. അതുപോലെ അരികുവൽക്കരിപ്പിച്ച് പാർശ്വവൽക്കരിപ്പിച്ച് ഒരു ഓരത്തൊതുക്കാൻ നോക്കിയ ഒരാളാണ് ഈ ഉണ്ണി മുകുന്ദൻ. ഇപ്പൊ ഏറ്റവും അവസാനം വന്നിരിക്കുന്നവന്മാർ ഇറക്കിയിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഈ സിനിമ ഇപ്പോൾ ഏതാണ്ട് 40 കോടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കോ എന്ന സിനിമ 40 കോടിയോട് അടുക്കുന്നു. അധികം വൈകാതെ ഇപ്പൊ ബറോസ് വന്നെങ്കിലും ബറോസ് നല്ല അഭിപ്രായം വരുന്നില്ല, നല്ല അഭിപ്രായമല്ല വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ കഥ എന്ന് എനിക്കറിയില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുമില്ല. കുട്ടികളുടെ സിനിമയാണെന്ന് അവരുടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ല, നമുക്ക് കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ കുടുംബവുമായി പോയി കാണാൻ പറ്റുന്ന സിനിമയാണെന്നാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പോസ്റ്റ്: തീവ്ര ഹിന്ദുത്വ നിലപാടും മുസ്ലിം വിരുദ്ധതയും വെറുപ്പും മറയില്ലാതെ പറയുന്നവർക്കൊപ്പം ഉണ്ണി മുകുന്ദൻ പലവട്ടം സൗഹൃദം പങ്കിട്ടിട്ടുണ്ട്. അവർക്കൊപ്പമുള്ള ചിത്രങ്ങൾക്കും അവരുമായുള്ള സൗഹൃദങ്ങൾക്കും ന്യായീകരണവും പറഞ്ഞിട്ടുണ്ട്. ഒരു ഭീകരവാദിയുടെ പോസ്റ്റാണ് കേട്ടോ, തീവ്രവാദിയുടെ പോസ്റ്റാണ്, അതാ വായിക്കുന്നത്. എന്നാൽ അതേ ഹിന്ദുത്വ ഭീകരർ തന്നെ ഉണ്ണി മുകുന്ദനെ തള്ളിപ്പറയുകയാണ്. എവിടാണെന്ന് എനിക്കറിയത്തില്ല. സമാജം സ്റ്റാർ ആയിക്കൊണ്ട് ഈ ഹിന്ദുത്വ ഭീകരർ എന്ന് പറയാൻ ഹിന്ദുക്കൾ എവിടെയാണ് ഭീകരരായിട്ടുള്ളതെന്ന് ഇവനോട് നേരത്തെ വേറെ ചോദിക്കേണ്ടി വരും. സമാജം സ്റ്റാർ ആയിക്കൊണ്ട് നടന്നവരോട് നന്ദികേട് കാട്ടിയെന്നാണ് അവരുടെ വിലാപം. ഉണ്ണിയെ ആഘോഷിക്കുന്ന, ഉണ്ണിയുടെ ഓരോ ചിത്രങ്ങൾക്കും കൈയടിക്കുന്ന, ഉണ്ണിക്ക് വേണ്ടി പ്രബന്ധങ്ങൾ രചിക്കാറുള്ള ഹിന്ദുത്വ ഭീകരർ ശരിക്കും അസ്വസ്ഥരാണ്. അവന്റെ ഹിന്ദുത്വ ഭീകരർ, അവനെ ഹിന്ദുത്വ ഭീകരരെ അവൻ കണ്ടു കാണില്ല. മാർക്കോ സിനിമ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച് അവരുടെ ഭാഷയിൽ ജിഹാദി ഹനീഫ് അദേനിയാണ്. എഡിറ്റർ ഷാൻ മുഹമ്മദാണ്. ഇനി കടം വാങ്ങിയും മഞ്ഞൾ കൃഷിയിലെ ലാഭമെടുത്തും സിനിമ കണ്ടാലോ? അതായത് ഹിന്ദുക്കൾ കടം വാങ്ങുന്നവരും മഞ്ഞൾ കൃഷി ചെയ്ത് കാശുണ്ടാക്കുന്നവരുമാണെന്നാണ് ഈ തീവ്രവാദിയുടെ ഒരു കണ്ടെത്തൽ. അതിന്റെ ലാഭവും വിഹിതവും നേടാൻ പോകുന്നത് മുഹമ്മദ് ഷരീഫ് എന്ന നിർമ്മാതാവാണ്. ഭയങ്കര വർഗീയതയാണോ പറയുന്നത്? തീർച്ചയായും. പടം കണ്ടില്ലെങ്കിൽ സമാജം സ്റ്റാറിന്റെ സിനിമ പരാജയപ്പെട്ടു എന്ന് ജനം കളിയാക്കും. പിന്നീട് ഉണ്ണിയെ വെച്ച് വൻ ബഡ്ജറ്റ് സിനിമകളുടെ റിസ്ക് നിർമ്മാതാക്കൾ എടുക്കില്ല. പടം വിജയിച്ചാൽ വിഹിതവും ലാഭവും ജിഹാദി ഷരീഫിനും. എലിപ്പെട്ടിയിൽ സുന കുടുങ്ങിയ അവസ്ഥയാണ് മിത്രങ്ങളുടേത്. ഇനി ഉണ്ണി തിരിച്ചറിയേണ്ട സത്യമുണ്ട്. ബിലോ ആവറേജ് നടനായ താങ്കളെ വെച്ച് താങ്കളുടെ ലൈഫിലെ ഏറ്റവും വലിയ ചിത്രങ്ങൾ സമ്മാനിച്ചത് മുസ്ലിം അണിയറ പ്രവർത്തകരാണ്. നല്ല കണ്ടെത്തൽ, ഭയങ്കര കണ്ടെത്തൽ. തീവ്രവാദത്തിന്റെ അങ്ങേയറ്റം. ഇവനെ മൂട്ടിൽ വാണം കത്തിച്ച് പറപ്പിക്കണം, അതിന്റെ സമയം കഴിഞ്ഞവനാണ്. പക്ഷേ അവർ മുസ്ലിങ്ങളാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ് താങ്കൾ തോളിൽ കൈയിട്ട് നടന്ന വിഷങ്ങൾ
താങ്കൾക്കെതിരെയും സിനിമയ്ക്കെതിരെയും രംഗത്ത് വന്നത്. മലപ്പുറത്തും കോഴിക്കോട്ടുമടക്കം താങ്കളുടെ പുതിയ സിനിമയ്ക്ക് ക്യൂ നിന്നവരിൽ തീവ്ര ഹിന്ദുത്വരെക്കാൾ അധികം മതേതര വിശ്വാസികളായിരിക്കും. ഇവനാണ് മതേതര വിശ്വാസി. മതേതരൻ. മതേതരൻ. മറ്റേ ഇല്ല സിനിമയുണ്ടല്ലോ, ഈ പിന്നെ കിളിച്ചുണ്ടൻ മാമ്പഴത്തില് വെള്ളാട്ടുപോക്കുണ്ടല്ലോ, അതിനെ മുഖം വലിച്ചു കീറുന്ന പോലാണ് ഇവന്റെ കഥ. താങ്കൾ കലാകാരനാണ്, വെറുപ്പിന്റെ ആശയം പുൽകേണ്ടവനല്ല. നീയാടാ വെറുപ്പ്. ഇവനെ ഉണ്ടല്ലോ, ഞാൻ ഇവന്റെ ഈ പോസ്റ്റ് വായിച്ച ഇവന്റെ കാറി തുപ്പാൻ തോന്നും. താങ്കൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് വിഷപ്പാമ്പുകൾ നിങ്ങൾക്കൊപ്പം നിന്നത്. അവർ തന്നെ താങ്കളുടെ ചിത്രം ഡീഗ്രേഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് മാർക്കോ സിനിമയുടെ അണിയറ പ്രവർത്തകർ മുസ്ലിം പേരുകാരാണ് എന്നതുകൊണ്ട് മാത്രമാണ്. താങ്കൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനുള്ള വകതിരിവ് ദൈവം തരട്ടെ എന്ന് ആശയിക്കുന്നു. എടാ മോനെ, നിന്റെ ഈ കളിയുണ്ടല്ലോ, ഏതാ മതേതരത്വം പറയുന്ന, പാകിസ്ഥാന് കൊടി പിടിക്കുന്ന, പാതിരാത്രി ആയിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഹിന്ദുക്കളെയും മറ്റു വിഭാഗങ്ങളെയും എങ്ങനെ കൊല്ലാമെന്ന് ചിന്തിക്കുന്ന നിന്റെയൊക്കെ ഈ കളിയുണ്ടല്ലോ, നിന്നെയൊക്കെ പൂട്ടണ്ടടുത്ത് പൂട്ടിയതാണ്. ഇപ്പൊ നീയൊക്കെ ഈ പറഞ്ഞ് ഫേസ്ബുക്കിൽ കിടന്ന് കുരക്കത്തേ ഉള്ളൂ, സാമൂഹിക മാധ്യമത്തിൽ കുരക്കത്തേ ഉള്ളൂ. പുറത്തിറങ്ങി കുരച്ച അപ്പ എന്നെയെ കൊണ്ടുപോകും നിന്നെ. തീർച്ചയായും നിന്നെ പോലെയുള്ള തീവ്രവാദികളെ നിമിഷ നേരം കൊണ്ട് എന്നെയെ കൊണ്ടുപോകും. ശ്യാമ, ഇതിലൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് വരാൻ കാരണം ഇടയ്ക്കൊരു വക്കീലുണ്ട്, പെട്ടെന്ന് പ്രശസ്തനാവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിനെ പോലുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് ഉടനെ ഒരു തകിടം മറിച്ചിലൊക്കെ ഇടയ്ക്ക് കണ്ടില്ലായിരുന്നോ? പോസ്റ്റ് കണ്ടില്ലേ? ഇതിനെയൊക്കെ വെച്ചിട്ടാണ്, അത് ചൂണ്ടിക്കാട്ടിയാണ്. ഒരു കൃഷ്ണരാജ് എന്ന് പറയുന്ന ആളല്ല ഹിന്ദുക്കളുടെ ഒരു പിന്നെ വക്താവെന്ന് ഞങ്ങളാരും, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആരും അംഗീകരിക്കുന്ന ഒരാളല്ല. എടാ മോനെ, ഇവിടെ സമാധാനത്തോടു കൂടി ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്, ഈ സമൂഹം സമാധാനമായി നിൽക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടും മറ്റുള്ളവരെ സഹോദരന്മാരായി കാണാനുള്ള മനസ്സുള്ളത് കൊണ്ടുമാണ്. ഇതിനെ പോലുള്ള തീവ്രവാദികൾ വന്നിട്ടാണ് ഇവിടെ കുളം കലക്കിയത്. വർഗീയത ഉണ്ടാക്കുന്നവര് ഇവരെ പോലുള്ള തീവ്രവാദികൾ. മേപ്പടിയാൻ സിനിമ വന്നപ്പോ ഉണ്ണി അന്ന് നല്ല രീതിയിൽ ഈ മതേതരന്മാർ ഒരുപാട് കമന്റ്സുകളിട്ട് അദ്ദേഹത്തിനെ ഡീഗ്രേഡ് ചെയ്തു. മാളികപ്പുറം വന്നപ്പോൾ ഇപ്പോൾ എല്ലാ ജോണറിലും ഉണ്ണിമുകുന്ദൻ എന്നുള്ളൊരു ആള് അഭിനയിക്കും. അല്ല, ഇവൻ ഷെരീഫ് മുഹമ്മദ് അല്ലായിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസർ, അദേനി അല്ലായിരുന്നു കഥയും തിരക്കഥയും എഴുതിയരുത് എന്നുണ്ടെങ്കിൽ ഇവൻ ഇതിന്റെ അപ്പുറം ഇപ്പൊ പറഞ്ഞേനെ. തീർച്ചയായും ഇവൻ പറയുന്ന പക്കാ തീവ്രവാദമാണ്. അതെ, നിന്നെ എവിടെയാടാ ഹിന്ദുത്വ ഭീകരർ ഉപദ്രവിച്ചത്? നിന്നെ എന്ത് ചെയ്തു ഹിന്ദുത്വ ഭീകരർ? പകരം ഒരുപാട് കണക്കുകൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ഈ രാജ്യത്ത് ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്തത് ആരാണ്? മലയാളികളായിട്ടുള്ള 5 പേർ. ആരാണ് അവർ? NDF പറഞ്ഞു വിട്ടവർ. ഇവിടുത്തെ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന പേരിൽ ഇറങ്ങിയ NDF എന്ന് പറയുന്ന അതിതീവ്രവാദ സംഘടന പറഞ്ഞു വിട്ട 5 എണ്ണമാണ് കശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഫയർ ചെയ്തത്. അതെ, ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്ന ആരാ? ഹിന്ദുക്കളെയാണോ? അല്ല. അവിടെ എവിടെയാ ഹിന്ദുത്വ ഭീകരവാദികൾ ഉണ്ടായത്? ഈ നാട്ടില് റോഡരികിൽ നാട്ടിലിറങ്ങി തെരുവിൽ പട്ടികളെ പരിശോധിച്ച് പട്ടികളെ വെട്ടി പരിശീലിച്ചത് ആരാണ്? ഇവിടുത്തെ NIA കേസുകളിലെ പ്രതികളാരാണ്? ഇവിടുത്തെ എത്ര ഹിന്ദുക്കളെ ഇവിടെ തൂക്കിക്കൊന്നു? ഞാൻ പറഞ്ഞുതരാം. അജ്മൽ കസബ്, അഫ്സൽ ഗുരു, ആരെ തൂക്കിക്കൊന്നു ഈ രാജ്യത്തിനെതിരെ പോരാടിയതിന്? ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഉണ്ണി മുകുന്ദനെ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള പൂർണ്ണമായിട്ട് വരുന്ന വലിയൊരു സമൂഹത്തെ ഭീകരർ എന്ന് വിളിക്കുകയാണ് ഇവനെ പോലെയുള്ള. ഉറപ്പായി ഇവര് സിനിമാ മേഖലകളിലും ഇവരുടെ ഒരു തീവ്രവാദ സ്വഭാവം കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. പോലീസിൽ പച്ച വെളിച്ചം അത് പറയാതെ പറയുകയാണ്. എല്ലാ മേഖലകളിലും ഇവരുടെ ഒരു വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. ഇവന്മാര് എല്ലായിടത്തും കടന്നുകൂടി. ഇവന്മാർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇവന്മാർക്ക് ഉണ്ട് ഇപ്പുറത്ത് ഒരു പോളറൈസേഷൻ ഉണ്ടാകും. ഈ കൃഷ്ണരാജിനെ പോലെയുള്ളവർ ഈ പറയുന്ന പോളറൈസേഷന്റെ ഭാഗമാണ്. ഇവരൊക്കെ ഈ പറയുന്ന ഇവന്മാരുടെ ഈ ഗിമ്മിക്ക് കണ്ട് മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് ഇവന്മാർക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൂടുതൽ ശക്തിയാക്കുകയാണ് ഇത്തരത്തിലുള്ള കൃഷ്ണരാജിനെ പോലുള്ള അഡ്വക്കേറ്റുമാർ ചെയ്യുന്നത്. മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് ഇങ്ങനെയുള്ള മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് ഇപ്പൊ ഇവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് അടുത്ത പോസ്റ്റ് ഇട്ട് മുഴുവൻ ഹിന്ദുക്കളുടെയും ചാപ്പ കുത്താൻ നീ നോക്കണ്ട. നീ നോക്കിയേ വേണ്ട. ഇവിടെ അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവിടെ മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും ഒന്നും സിനിമ വിജയിക്കും. ഇവിടെ ഓടത്തില്ല. അങ്ങനെ നോക്കിയിട്ട് സിനിമ കാണാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ, ഇവിടുത്തെ ഹിന്ദുത്വ ഭീകരർ എന്ന് പറയുന്നവർ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നെങ്കിൽ, ഹിന്ദുത്വ ഭീകരർ എന്നല്ലേ നീ വിളിച്ചത്?
നീ വിളിച്ച പദം തന്നെ തെറ്റാണ്. നിന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്, നിന്നെ എന്നേക്കുള്ള ഇതും നാഷണൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് നിന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഉറപ്പായിട്ട് ഇത് ഈ പോസ്റ്റ് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവനെ ഏത് രീതിയിൽ ഇവന്റെ ഈ പോസ്റ്റ് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ റിപ്പോർട്ട് ചെയ്യും. തീർച്ചയായും റിപ്പോർട്ട് ചെയ്ത് ഇവന്റെ കഥ എന്താണെന്ന് എടുക്കണമല്ലോ. ഇവൻ ഇത്രയും വലിയ തീവ്രവാദം വിളിച്ചു പറഞ്ഞു, ഇത്രയും വലിയ അതിഭീകരമായിട്ടുള്ള തീവ്രവാദം വിളിച്ചു പറഞ്ഞ ഒരുത്തനെ ഈ നാട്ടിൽ ഇവൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും തുറന്നു വെച്ച് തീവ്രവാദമാണ് വിളിച്ചു പറയുന്നത്.